ഇറാനിൽ പ്രക്ഷോഭം മഞ്ഞുരുകയാണ്. ഏറെക്കുറെ 10 പ്രവിശ്യകളുടെ പൂർണ്ണ നിയന്ത്രണം ഇറാന്റെ സൈനികർക്ക് ലഭിച്ചിരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. ഡിസംബർ 28-നാണ് തെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിൽ പ്രതിഷേധം ആരംഭിക്കുന്നത്. തെഹ്റാന്റെ അകത്തുള്ള ഒരു നഗര പ്രാന്ത പ്രദേശത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു കച്ചവട സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഏരിയയുടെ ഭാഗത്താണ് ആദ്യമായി കച്ചവടക്കാർ പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമരം തുടങ്ങുന്നത്. അതൊരു ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സമരമായിട്ടും സർക്കാർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാന്യമായ രീതിയിലുള്ള ഒരു സമരമാണ് ആരംഭിച്ചത്. കച്ചവടക്കാർ സ്ഥാപനങ്ങളെല്ലാം പൂട്ടിക്കൊണ്ട് ഒരു പ്രതിഷേധം നടത്തുന്നു. ഒരു റൗണ്ട് അബൌട്ട് പോലെയുള്ള ഏരിയയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ആരംഭം. അതിനവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൂല്യത്തിൻ്റെ ഇടിവ് കൊണ്ട് ബിസിനസ് ഒന്നും നടക്കുന്നില്ല, മാത്രമല്ല വലിയ ലാഭം കിട്ടുന്നില്ല, ഈ കറൻസി കൊണ്ട് നടക്കാൻ തന്നെ വലിയ പ്രയാസവും ബുദ്ധിമുട്ടുമുണ്ട്, ഇതൊരു ബാധ്യതയായിരിക്കുന്നു, സർക്കാർ വേണ്ട ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കുറഞ്ഞ കച്ചവടക്കാരുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ഒരു പ്രാദേശിക സമര രീതിയായിരുന്നു യഥാർത്ഥത്തിൽ ഡിസംബർ 28-ന് തെഹ്റാന്റെ ഗ്രാൻഡ് ബസാർ ഏരിയയിൽ കണ്ടത്. അത് അന്നത്തോടു കൂടി ശാന്തമായിട്ട് അവസാനിച്ചു. എന്നാൽ പിറ്റേ ദിവസം ഈ പ്രദേശത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശത്ത് സമാനമായ രീതിയിലുള്ള വ്യാപാരികൾ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് സമരം നടത്തുകയും ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള കോളേജിലെ വിദ്യാർത്ഥികൾ പ്രകടനം നടത്തുകയും ചെയ്തു. ഈ വിദ്യാർത്ഥികൾ പ്രകടനം നടത്തിയ സമയത്ത് അത് ഏറെക്കുറെ ആ കോളേജ് തന്നെ സ്തംഭിക്കുന്ന രീതിയിലാണ്. ആദ്യം 10-20 കുട്ടികളാണ്, പിന്നെ ആ കുട്ടികളിലേക്ക് വേറെ കുട്ടികൾ ചേർന്ന് ഒരു വിപുലമായിരിക്കുന്ന ഒരു സമരമായിട്ട് അത് മാറി. തൊട്ടടുത്ത് നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ പിറ്റേ ദിവസം സമരം ആരംഭിച്ചു. യൂണിവേഴ്സിറ്റിയിൽ സമരം ആരംഭിച്ച സമയത്തും ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് ഈ കോളേജിൽ നിന്നും ഇതിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് ഈ പ്രക്ഷോഭ സമരമായിട്ട് അത് മാറി. അതോടൊപ്പം തന്നെ ചില വ്യാപാരികളും വ്യവസായികളും ഇതിനോടൊപ്പം ചേർന്നു. അതൊരു ബഹുമുഖ പ്രക്ഷോഭ രീതിയായിട്ട് തെഹ്റാന്റെ ഗ്രാൻഡ് ഈ പ്രാന്ത പ്രദേശത്തിൽ മാറിയതോടുകൂടി തൊട്ടടുത്തുള്ള നഗരത്തിലേക്കും ഇതേ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന സമര പരിപാടികൾ യൂണിവേഴ്സിറ്റി തലത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് ഘട്ടം ഘട്ടമായ രീതിയിൽ അവിടെ ആളിപ്പടരാനുള്ളതിൻ്റെ ആരംഭം കുറിക്കപ്പെട്ട് ഇവിടെ ഈ മേഖലയിലാണ്. ഹിജാബ് കാലത്ത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സമരം ഉണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം. അതായത് തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചരിത്രത്തിൽ എല്ലാ പ്രാവശ്യവും, അതായത് 979 ഇസ്ലാമിക വിപ്ലവം നടന്നതിന് ശേഷം പുതിയ ഭരണ സംവിധാനം അവിടെ അധികാരത്തിൽ വന്നതിനോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന 10-ലധികം പ്രക്ഷോഭങ്ങളും സമരങ്ങളും ആളിക്കത്തിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ ആരംഭം കുറിക്കപ്പെട്ടത് തെഹ്റാന്റെ പടിഞ്ഞാറൻ മേഖലയിലാണ്. ഈ വിഷയങ്ങൾ ഉണ്ടായതും ഏറെക്കുറെ ഈ മേഖലയാണെന്ന് ചുരുക്കം. പ്രക്ഷോഭ സമരത്തിൻ്റെ കേന്ദ്രമായിട്ട് ഇവിടെ അറിയപ്പെടുന്നുണ്ട്. ഈ സമരം എന്തായിട്ടുണ്ട്, പിന്നീട് വ്യാപിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ആ വ്യാപിച്ചത് എവിടേക്ക്? ഇസ്ഫഹാൻ എന്ന് പറയുന്ന നഗരം, ഷിറാസ്, മഷാദ്, കും, ഇലാം തുടങ്ങിയ നഗരത്തിലേക്ക് ഇത് വളരെ പെട്ടെന്ന് വ്യാപിച്ചു. അങ്ങനെ അതൊരു ബഹുജന പ്രക്ഷോഭത്തിൻ്റെ രീതികളൊക്കെ ഉണ്ടായി എന്ന് ചുരുക്കം. വിദ്യാർത്ഥികൾ ഇതിന് പ്രബലമായിരിക്കുന്ന കക്ഷിയായിട്ട് തന്നെ വന്നു. ഇതിനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു വിഷയങ്ങൾ നഗരപ്രാന്ത പ്രദേശത്തിലേക്ക് വരുന്ന സമയത്ത് അതിൽ സർക്കാർ ഇടപെടാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഹൈവേ റോഡുകളൊക്കെ ബ്ലോക്കായി പോയി, വാഹനങ്ങൾ പോകാൻ പറ്റാത്ത സ്ഥിതി വന്നു. അപ്പോൾ എമർജൻസി വാഹനങ്ങൾ പോലും പാസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലെ പ്രതിസന്ധി വന്ന സമയത്താണ് സർക്കാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കുക. സാധാരണ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലക്ക് സ്വാഭാവികമായിട്ട് പ്രതിഷേധവും പ്രക്ഷോഭങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. അതിലൊന്നും സാധാരണഗതിയിൽ ഇറാൻ സർക്കാർ തന്നെ ഇടപെടാറില്ല. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ആ രീതിക്ക് മാറ്റം വന്നു. ജനങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ പ്രക്ഷോഭകാരികൾ കൈകടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ പിന്നീട് അത് ഇടപെടുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമായി. അപ്പോൾ പിന്നെ സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. പ്രക്ഷോഭകാരികളുമായിട്ട് സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ ഞങ്ങളിലേക്ക് വരിക, നിശ്ചിതമാക്കപ്പെട്ട സ്ഥലത്ത് നിങ്ങൾക്ക് അതിനുള്ള ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നടത്താം, ന്യായമായിരിക്കുന്ന കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളൊരു പ്രസ്താവന ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചിയുടെ നേതൃത്വത്തിൽ അത്തരമൊരു സംവിധാന കാര്യങ്ങൾ ഒരുക്കി. ഇത് ആയത്തുള്ള അലി ഖംനായി എന്ന് പറയുന്ന സുപ്രീം ലീഡർ അയക്കുന്ന ആത്മീയ നേതാവായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം, അദ്ദേഹം സർക്കാർ നൽകിയ നിർദ്ദേശപ്രകാരമാണ് ഈ സംവിധാനം വെച്ചത്. എന്നാൽ കാലത്ത് മുതൽ വൈകുന്നേരത്തിനിടയിൽ സമയബന്ധിതമായിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരാൾ പോലും പരാതി പറയാൻ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ആകുന്ന സമയത്ത് പിന്നെ എന്തുണ്ടായി? പിന്നെ ഈ പ്രതിഷേധം
ഈ പ്രതിഷേധത്തിന് പിന്നിലുള്ള പ്രവർത്തന രീതികൾ ആരെങ്കിലും പിന്നാമ്പുറമുണ്ടോ എന്ന് പരിശോധിച്ചു. ആ പരിശോധനയിലാണ് 30ഓളം മൊസാദ് വിഭാഗത്തെ ഏജന്റുമാരെ ഇറാൻ പിടികൂടിയത്. അപ്പോൾ ഇതിൽ അമേരിക്കക്കും ഇസ്രായേലും നേരിട്ട് പങ്കാളിത്തമുണ്ട് എന്ന് മനസ്സിലായി. അതിൻ്റെ കാര്യം അവർ പറയുന്നത് നേതൃത്വമില്ല. ഈ സമരം വ്യാപിച്ചു. 31ഓളം 31 പ്രവിശ്യകളിൽ, ഇറാനിൽ മൊത്തമുള്ള പ്രവിശ്യ എന്ന് പറഞ്ഞാൽ 31, അതിൽ 27ഓളം പ്രവിശ്യകളിൽ 6 ദിവസത്തിനിടയിൽ ഈ പ്രക്ഷോഭ രീതികൾ മാറിയപ്പോൾ അല്ലെങ്കിൽ വ്യാപിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അന്വേഷിക്കൽ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അതിൽ നിന്നാണ് ഈ മൊസാദ് വിഭാഗത്തെ കണ്ടെത്തുന്നത്. നേതൃത്വമില്ലാതെ, സംഘടനാ സംവിധാനമില്ലാതെ, സംഘടിതമില്ലാതെ ഒരു കൂട്ടം ജനങ്ങൾ മറ്റുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന തരത്തിൽ സമരം നടത്തുന്നു എന്നതാണ് ചുരുക്കം. അല്ലെങ്കിൽ സർക്കാരിനോട് ഈ കാര്യങ്ങൾ പറയണം, അത് പറയാൻ ആളില്ല, അതായത് നേതൃത്വമില്ല. പിന്നെ ഒരു സംഘടിതമില്ല, അതായത് ഒരു ഭാഗത്ത് വിളിക്കുന്ന മുദ്രാവാക്യമല്ല മറ്റൊരു ഭാഗത്ത് വിളിക്കുക. ഒരു ഭാഗത്ത് വിളിക്കുന്ന മുദ്രാവാക്യം തങ്ങളുടെ സാമ്പത്തികപരമായിരിക്കുന്ന രാജ്യത്തിൻ്റെ നയങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് മൂല്യങ്ങൾക്ക്, ഈ കറൻസിയുടെ മൂല്യങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവാനും ജീവിത ചെലവുകളൊക്കെ കുറക്കാനുള്ള സംവിധാനം ഒരുക്കണം. അതിന് സർക്കാർ എന്ത് ചെയ്യണം? പ്രതിജ്ഞാബദ്ധമാവണം. അതിന് ഏത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിച്ചത് എന്ന് ജനങ്ങളോട് പറയണം. ഇതാണ് ഒരു ഭാഗത്തുള്ള മുദ്രാവാക്യം. മറ്റൊരു ഭാഗത്തുള്ള മുദ്രാവാക്യം ഏകാധിപത്യപരമായിരിക്കുന്ന സംവിധാനമുള്ള ഇറാൻ്റെ സർക്കാർ രാജിവെച്ച് വയ്ക്കണം. മറ്റൊരു ഭാഗത്തുള്ള മുദ്രാവാക്യം എന്നാൽ ഇറാൻ സുപ്രീം ലീഡറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അയാൾക്ക് രാജ്യം ഭരിക്കാൻ വേണ്ടി അറിയില്ല, അതുകൊണ്ട് രാജ്യം വിട്ടു പോകണം എന്ന തരത്തിലാണ്. അപ്പോൾ ഓരോരോ ഭാഗത്ത് കോർഡിനേഷൻ ഇല്ലാത്ത രീതിയിൽ ഓരോരോ തരത്തിലുള്ള മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഇതിന് ലീഡർഷിപ്പ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വന്നു. അങ്ങനെ പ്രക്ഷോഭം കൂടി വന്നു. വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇറാൻ്റെ സുപ്രീം ലീഡർ ഒരു പുതിയ പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ്: സൈനികർക്ക് അപായമുണ്ടാകുന്ന സമയത്ത് മാത്രമേ വെടിവെക്കാവൂ എന്നുള്ളതാണ് ആദ്യത്തെ ഉത്തരവ്. സൈനികർ അപകടത്തിൽപ്പെടും, അവരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഈ പ്രക്ഷോഭകാരികൾ നടത്തുന്നത് വരെ നിങ്ങൾക്ക് അവരെ വെടിവെക്കാൻ അധികാരമില്ല. സമരം ചെയ്യട്ടെ. ഒരു ജനാധിപത്യ സംവിധാനമുള്ള രാജ്യം എന്ന നിലക്ക് അവർക്ക് തീർച്ചയായിട്ടും അതിന് സമരം നടത്താനും പ്രതിഷേധം പ്രകടിപ്പിക്കാനും ഒക്കെ സ്വാതന്ത്ര്യ അവകാശമുണ്ട്. അതിനെ ഹനിക്കാൻ സർക്കാരിന് അധികാരമില്ല. അതുകൊണ്ട് അവർ സമരം ചെയ്യട്ടെ, വിഷയമില്ല. നിങ്ങൾക്ക് വെടിവെക്കാൻ അധികാരമില്ല, നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ അധികാരമുണ്ട് എന്ന് ചുരുക്കം. സർക്കാർ വാഹനം തീയിടുന്ന ഒരവസരത്തിലോ പൊതുമുതൽ നശിപ്പിക്കുന്ന സമയത്തോ ഈ സൈനികർ അപായപ്പെടും എന്ന് ഉറപ്പുള്ള, അതായത് മരണപ്പെടും, അത്രക്ക് ക്രിട്ടിക്കലായിരിക്കുന്ന സ്ഥിതിയിലേക്ക് സൈനികർ എത്തും എന്ന ഒരു അവസ്ഥയോ സാഹചര്യങ്ങളോ വന്നാൽ നിങ്ങൾക്ക് ഫയർ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് നിർദ്ദേശത്തിൻ്റെ ആവശ്യം പോലുമില്ല. മേൽഘടകം നിങ്ങൾക്ക് നിർദ്ദേശിക്കേണ്ട ആവശ്യമില്ല. അതായത് പ്രക്ഷോഭകാരികളെ നേരിടുന്ന സൈനികരുടെ കൈവശത്തിൽ ആയുധം ഉണ്ടാവണം എന്ന് ചുരുക്കം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവർ അപകടകരമായിരിക്കുന്ന രീതിയിലേക്കുള്ള മുന്നേറ്റം നടത്തുക, അതായത് പൊതുമുതൽ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ കത്തിക്കുന്നു, സാധാരണ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന തരത്തിൽ ഇടപെടുന്നു, അവർക്ക് അപകടകരമായിരിക്കുന്ന സ്ഥിതികൾ വരുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് വെടിവെക്കാൻ മേൽഘടകത്തിൻ്റെ ഉത്തരവില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ അനുമതിയുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയപ്പെടുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം. നമ്മൾ നോക്കൂ, ഈ പറയപ്പെട്ട പ്രക്ഷോഭം നടന്നിട്ട് 10 ദിവസം കഴിഞ്ഞു. ആ രാജ്യത്തുടനീളമുണ്ട്. അതിൽ ഈ ഇറാൻ്റെ ആത്മീയ നേതാവ് രാജ്യം വിട്ടുപോയി. 18 ചാനൽ എടുത്ത് നോക്കിയാൽ അവർ രാജ്യം വിട്ടുപോയി എന്നാണ് കാണാൻ വേണ്ടി പറ്റുക. വേറൊരു സ്ഥലത്ത് പോയാൽ മരണപ്പെട്ടു എന്നൊക്കെ ഈ അടിച്ചുവിടുന്ന ചാനലുകൾ പോലുമുണ്ട്. ഈ അമേരിക്കയുടെ സൈനികർ ഇറാനിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ബ്രിട്ടൻ്റെ സഹായം തേടിയിട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ബ്രിട്ടനിലേക്ക് അമേരിക്കയുടെ സൈനിക വസ്തുക്കൾ ഇറക്കിയിട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധം പോലും അല്ല നിലവിൽ. അവർ ഇട്ടെറിഞ്ഞു പോയതാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. ഞങ്ങൾക്കത് സാധിക്കില്ലെന്ന് പറഞ്ഞ് അമേരിക്കയും ബ്രിട്ടനും തെറ്റിപ്പിരിഞ്ഞു പോയതാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. യമനുമായിട്ട് തങ്ങൾ കൊമ്പ് കോർക്കാനില്ല എന്ന് പറഞ്ഞാണ് പോയത്. ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒടക്കി നിൽക്കുകയാണ് ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ. അപ്പോൾ അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾ ബ്രിട്ടനിലേക്ക് ഇറക്കുക എന്ന് പറയുന്നത് തന്നെ മണ്ടത്തരമാണ്. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് പോകുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസത്തിനിടയിൽ ആകെ അവിടെ മരണപ്പെട്ടത് 30 പേരാണ്. 50 പേരുണ്ട് എന്ന് ചില റിപ്പോർട്ട് പറയുന്നു, അത് ഔദ്യോഗികമല്ല. 30-35 പേരുടെ ലിസ്റ്റാണ് പറയുന്നത്. അപ്പോൾ രാജ്യത്തുടനീളം വ്യാപകമായിരിക്കുന്ന ഇത്രയും വലിയ പ്രക്ഷോഭത്തിൽ ആകെ മരണപ്പെട്ടത് 30 എന്ന് പറയുന്ന സമയത്ത് അവിടെ നടക്കുന്ന ഏത് തരത്തിലുള്ള സമരമാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ശാന്തമായിരിക്കുന്ന സമരം ഒരു ഭാഗത്ത് നടക്കുന്നു, സൈനികർ ഇപ്പുറത്ത് നിൽക്കുന്നു, സൈനികർ ആക്രമിക്കില്ല, സൈനികർ ഇവരും ആക്രമിക്കില്ല, പ്രക്ഷോഭം തുടർച്ചയായിട്ട് പോകുന്നു. ഈ തരത്തിലുള്ള ഒരു വിഷയം മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഇവിടെ ബംഗ്ലാദേശിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ദിവസം 100-ലധികം
ആളുകൾ കൊല്ലപ്പെടുന്നു. 1500-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് 10-15 ദിവസത്തിനിടയിൽ. അപ്പോൾ അവിടുത്തെ പ്രക്ഷോഭത്തിൻ്റെ രീതി നോക്കണം. സൈന്യം ഇറങ്ങിയിട്ട് വെടിവെച്ചാട്ട് കൊല്ലുകയാണ്. എന്നാൽ ഇറാനോ സൈന്യം ക്ഷമയോടുകൂടി നിൽക്കുകയാണ്. പ്രക്ഷോഭകാരികളോ അവർ ശാന്തമായിട്ട് സമരം നടത്തുന്നു. ഈ ഒരു രീതി മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. 10-ലധികം പ്രവിശ്യകളുടെ പൂർണ്ണ നിയന്ത്രണം ഇറാൻ്റെ കൈവശത്തിലാണ്. ഏറെക്കൂടെ അവിടെ ശാന്തമാണ്, ഒറ്റപ്പെട്ട രീതിയിൽ സമരങ്ങൾ നടക്കുന്നു. അതിന് സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല എന്നുള്ളിടത്തേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പോകുന്നത്. അത് മറ്റുള്ള രാജ്യങ്ങൾ ഇറാൻ തകരണം എന്ന് ആഗ്രഹിക്കുന്ന ചാനലുകാർക്കും രാഷ്ട്രങ്ങൾക്കും വലിയ രീതിയിലുള്ള തിരിച്ചടിയുള്ള റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നത്. വലിയ നിയന്ത്രണത്തിലാണ് ഇറാൻ എന്ന് ഈ പ്രവിശ്യാ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനിലെ നിയന്ത്രണത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.